നമ്മൾ അടുത്ത മോഡ്യൂൾ ആണ് പറയാൻ പോകുന്നത്. ഇത് നെറ്റ്വർക്ക് തിയറംസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ആണ് അടുത്ത മോഡ്യൂൾ. പിന്നെ ആദ്യം അതിൻ്റെ നെറ്റ്വർക്ക് തിയറംസ് ആണ് നമ്മൾ പഠിക്കുക. ഇലക്ട്രിക്കൽ നെറ്റ്വർക്കുകളിലെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള തിയറംസ്, അതുപോലെ സിമ്പിൾ പ്രോബ്ലംസ്, നെറ്റ്വർക്ക് തിയറംസ് ബേസ്ഡ് ആയിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തിയർ ഏതാണ്? OHM, ഓംസ് ലോ. ഓംസ് നിങ്ങൾക്കറിയാം, യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഓം അല്ലേ. ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് കേട്ടോ. ഓംസ് ലോ ബേസ്ഡ് ആണ് നമ്മളെ റെസിസ്റ്റൻസ് ഒക്കെ വരുന്നത്. ഓംസ് ലോ എന്താണ് പറയുന്നത്? ഓംസ് ലോ പറയുന്നത് ഒരു കണ്ടക്ടറിന്റെ എന്താണ്, V/I കോൺസ്റ്റന്റ് ആയിരിക്കും. V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ്. ഡെഫിനിഷൻ ഇതാണ്. 2 പോയിന്റ് ബി എ ബി ഉണ്ടെന്ന് വെച്ചോ. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പോയിന്റ്സ് ഓൺ എ കണ്ടക്ടർ. ഇവിടെ ആണെങ്കിൽ എ ബി ആണെങ്കിൽ VAB, ഇവിടുത്തെ വോൾട്ടേജ് അല്ലേ, VA മൈനസ് VB. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് between any 2 points on a conductor, the ratio of potential difference between any 2 points on a conductor, അതായത് VAB divided by ഇതിലെ കുട്ടികളെ കറണ്ട് I അല്ലെങ്കിൽ IAB എന്ന് പറയാം. റേഷ്യോ ഓഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 points on a conductor to the current flowing through the conductor is ആണ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് ആണ് നമ്മളെ റെസിസ്റ്റൻസ് R. ഒരു കണ്ടീഷനേ ഉള്ളൂ, ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ടെമ്പറേച്ചർ ഡസ് നോട്ട് ചേഞ്ച്, അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഇതുപോലെ കിട്ടൂ, അല്ലെങ്കിൽ ചെറിയ റെസിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടാകാം കേട്ടോ. മെറ്റലിനനുസരിച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് കൂടാൻ കുറയാം. ഇപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ എന്താണ്, റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ കറണ്ട് ഈസ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റിനാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ രൂപത്തിലും പറയാം, വി അപ്ലൈഡ് വോൾട്ടേജും കറണ്ടും എന്നാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. വോൾട്ടേജ് കൂടുകയാണെങ്കിൽ കറണ്ടും കൂടും അല്ലേ. അത് ഓംസ് ലോയിൽ പറയാം, കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ. കറണ്ട് ഇങ്ങനെയും പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, V = IR. ഇത് തന്നെയാണ് ഓംസ് ലോ. ഇതിലേത് രൂപത്തിലുള്ളത് നിങ്ങൾക്ക് എഴുതാം. V/I = R എഴുതാം, അല്ലെങ്കിൽ വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്, അതാണ് ഓംസ് ലോ എന്ന് പറയാം. അപ്പോൾ ഇതിനെ മാറ്റി എഴുതുന്നത് V = I × R, where R is the resistance of the conductor. ഈ ഡെഫിനിഷൻ എഴുതാം, അല്ലെങ്കിൽ ഈ ഡെഫിനിഷനോ നിങ്ങൾക്ക് എഴുതാം. V = IR എന്നാണ് നമുക്ക് ഓംസ് ലോയിൽ കിട്ടുക. അടുത്തത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടേണ്ടിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ കേസുകളൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് വൺ, റെസിസ്റ്റൻസ് ഇൻ സീരീസ്. ഇവിടെ നോക്കുക, 3 റെസിസ്റ്റൻസുകൾ ഉണ്ട് അല്ലേ. R1, R2, R3 എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതായത് എൻഡ് ടു എൻഡ്. R1ന്റെ എൻഡിൽ R2 കണക്ട് ചെയ്യും, R2ന്റെ എൻഡിൽ R3 കണക്ട് ചെയ്യും. ഇത് സീരീസ് ആണോ നോക്കാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഒരു കറണ്ട് ഇതിലെ കൂടെ പോകുന്നതാണെന്ന് വിചാരിക്കുക. സീരീസ് ആണെങ്കിൽ നമുക്ക് ഈ I എന്നുള്ള കറണ്ട് തന്നെയല്ലേ R1ലെ കൂടെയും, ഈ I എന്നുള്ള കറണ്ട് തന്നെയാണ് R1ലെ കൂട്ട, R2ലെ കൂടെയും R3ലെ കൂടെയും പോവുക. അപ്പോൾ സെയിം കറണ്ട് ആണ് സീരീസ് പാത്തിലെ കൂടെ പോവുക. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് സീരീസ് ആണോ നോക്കാനുള്ള കണ്ടീഷൻ കേട്ടോ. സെയിം കറണ്ട് ആ പാത്തിലെ കൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ പാത്ത് എന്തായിരിക്കും? സീരീസ് ആയിരിക്കും. പിന്നെ നോക്കേണ്ടത്, നിങ്ങൾക്ക് അറിയാം, റെസിസ്റ്റൻസ് R1 അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയായിരിക്കും? I × ഓംസ് ലോ പ്രകാരം എത്രയായിരിക്കും? അതിലെ കുട്ടികളെ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് I × R1 ആയിരിക്കും. അതുപോലെ V2 റെസിസ്റ്റൻസ് അക്രോസ് R2 എന്തായിരിക്കും? V2 = കറണ്ട് I × R2. അതിൽ V3 = I × R3. ഈ റെസിസ്റ്റൻസിനനുസരിച്ചായിരിക്കും ആ വോൾട്ടേജ് ഡ്രോപ്പ്. ടോട്ടൽ വോൾട്ടേജ് എത്രയാണ് ഈ സർക്യൂട്ടിൽ? V1 + V2 + V3 അല്ലേ. അത് നമ്മുടെ ഈ വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. നോക്കിയാൽ മതി, ഈ പോയിന്റ് എയും ഡിയും പോയിന്റിലാണ് V കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അത് ഈ വോൾട്ടേജ് ഇതുപോലെയാണ് ഉണ്ടാകുക. അപ്പോൾ ഈ വോൾട്ടേജ് അല്ലേ, ടോട്ടൽ വോൾട്ടേജ് തന്നെയാണ് ഇതിന് പാരലായിട്ടല്ല, നമുക്ക് എക്കും ഡിക്കും പാരലായിട്ടാണ്. നോക്കിയാൽ മതി, പാരലൽ എങ്ങനെയാണ് മനസ്സിലാവുക? ഇവിടെ നിങ്ങൾ വേറെ രൂപത്തിൽ വരക്കാം. V
ഇങ്ങനെ വരച്ചാൽ എന്തുണ്ടാകുക? ഇത് R1, അടുത്തത് R2, അടുത്തത് R3. സീരീസിന്റെ കേസിൽ നോക്കിയാൽ മതി, കറണ്ട് സെയിം കറണ്ടായ I ആണ് ഫ്ലോ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ളൊരു പോയിന്റ് എടുക്കാം, എ ബി എ ഡി എന്നുള്ളതല്ലേ, ഇവിടെ എ ഡി എന്നുള്ള പോയിന്റ് ഇവിടെ നോക്കിയാൽ മതി. ഈ വോൾട്ടേജ് കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? EMF അല്ലെങ്കിൽ വോൾട്ടേജ് കണക്ട് ചെയ്തിരിക്കുന്നത് എ ഡി എന്നുള്ള പോയിന്റ് ആണ്. ആ എ ഡി എന്നുള്ള പോയിന്റിലാണ് ഈ സീരീസ് റെസിസ്റ്റൻസ് R1, R2, R3 കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പോയിന്റ് സെയിം അല്ലേ? അപ്പോൾ ഈ വോൾട്ടേജ് വിയും ഈ R1, R2, R3 എന്ന് പറയുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എന്തിലാണ്? പാരലൽ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ പാരലൽ ആകുമ്പോൾ വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇപ്പോൾ വി ആണെങ്കിൽ ടു വി എ ഡി എന്നുള്ള പോയിന്റിലും ഈ വോൾട്ടേജ് ആണ് ഉണ്ടാകുക. ഇപ്പോൾ എന്താണ് ഈ വോൾട്ടേജ് എന്ന് പറയുന്നത്? എന്താണ്? V1 R1 അക്രോസ് ഉള്ള വോൾട്ടേജ് പ്ലസ് R2 അക്രോസ് ഉള്ള വോൾട്ടേജ് പ്ലസ് R3 അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലേ? എഴുതാം V എന്താണ്? V എന്ന് പറയുന്നത് R1 അക്രോസ് ഉള്ള വോൾട്ടേജ് V1, R2 അക്രോസ് ഉള്ള വോൾട്ടേജ് V3, R3 അക്രോസ് ഉള്ള വോൾട്ടേജ് R1 അക്രോസ് ഉള്ള വോൾട്ടേജ് V1, R2 അക്രോസ് V2, R3 അക്രോസ് V3 അല്ലേ? V1 പ്ലസ് V2 പ്ലസ് V3 ഈസ് ഈക്വൽ ടു V എന്നാണ് കിട്ടുക. ഇത്രയേ ഉള്ളൂ. അതിൽ ടോട്ടൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് ഈ സർക്യൂട്ടിൽ എത്രയാണ്? സീരീസ് ആണെങ്കിൽ ഈ 3 റെസിസ്റ്റൻസും കൂട്ടുകയാണ് ചെയ്യുക. ഈ സർക്യൂട്ടിൽ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് എഴുതേണ്ട ആവശ്യമില്ല. ടോട്ടൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് കിട്ടുക? സീരീസ് ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ്, ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. സീരീസ് ആണ്, ടോട്ടൽ റെസിസ്റ്റൻസ് എല്ലാം കൂടി കൂട്ടിയാൽ മതി. R1 പ്ലസ് R2 പ്ലസ് R3 ഇതാണ് സീരീസിന്റെ കേസിൽ ടോട്ടൽ റെസിസ്റ്റൻസ് RT. ഇനി നിങ്ങൾക്ക് ഇത് ചില കേസുകൾ പ്രോബ്ലംസിലൊക്കെ ആവശ്യമായിട്ട് വരും. വോൾട്ടേജ് ഡിവൈഡർ റൂൾ. ഇതുപോലെ ഒരു നിങ്ങൾക്ക് ഇത് സീരീസ് ആണെന്ന് മനസ്സിലായില്ലേ? സെയിം കറണ്ട് ആണ് ഈ 3 R1, R2, R3 അക്രോസ് പോകുന്നത്. അതുകൊണ്ട് ഇത് സീരീസ് ആണ്. ഈ വോൾട്ടേജ് അക്രോസ് R1 എങ്ങനെ കണ്ടെത്തും? വോൾട്ടേജ് അക്രോസ് R2 എങ്ങനെ കണ്ടെത്തും? വോൾട്ടേജ് അക്രോസ് R3 ഒറ്റയടിക്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു 24 വോൾട്ട് തരികയാണെങ്കിൽ കേട്ടോ. വോൾട്ടേജ് അക്രോസ് V1 എങ്ങനെ കാണും? വോൾട്ടേജ് അക്രോസ് V1 കാണുക, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഏറ്റവും വലിയ വോൾട്ടേജ് ഇതിൽ സപ്ലൈ വോൾട്ടേജ് 24 വോൾട്ട് ആണ്. അതിൽ താഴെ ഈ വോൾട്ടേജ് ഒക്കെ കാണും. വോൾട്ടേജ് അക്രോസ് R1 കാണും, വോൾട്ടേജ് അക്രോസ് R2 കാണും, വോൾട്ടേജ് അക്രോസ് R3 24 വോൾട്ടിനേക്കാളും താഴെയായിരിക്കും. ഇതിലുള്ള ആദ്യം ടോട്ടൽ ഇതിലുള്ള സർക്യൂട്ടിലുള്ള വോൾട്ടേജ് ആയ 24 എന്ന് എഴുതാം, V1. പിന്നെ കിട്ടാൻ എന്ത് ചെയ്യണം? R1 അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടിട്ട് അതിന്റെ റെസിസ്റ്റൻസ് 2 അല്ലേ? 2 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. 2 പ്ലസ് 4 പ്ലസ് 6 12. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 4 വോൾട്ട് എന്നാണ് കിട്ടുക, V1. അതുപോലെ V2 കാണിക്കില്ല, വോൾട്ടേജ് അക്രോസ് R2. അതിന് ടോട്ടൽ വോൾട്ടേജ് എഴുതുക. പിന്നെ എന്താണ് R2ന്റെ എത്രയാണ് റെസിസ്റ്റൻസ്? 4 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എഴുതുക, 12. അപ്പോൾ ഇത് എത്ര കിട്ടും? ഇത് 8 ആണ് കിട്ടുക. അതേപോലെ V3 ചെയ്ത് കഴിഞ്ഞാൽ 12. ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതാണ് ബാറ്ററി വോൾട്ടേജ്, അതായിരിക്കും കിട്ടുക. 12 പ്ലസ് 8 പ്ലസ് 4 24. ഇപ്പോൾ ഓരോ സീരീസ് ആയിട്ടുള്ള ഓരോ റെസിസ്റ്റൻസിന് അക്രോസുള്ള വോൾട്ടേജ് നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയടിക്ക് കാണാൻ പറ്റണം. അടുത്തത് റെസിസ്റ്റൻസ് ഇൻ പാരലൽ. പാരലൽ എങ്ങനെയാണ് നോക്കാം? ഇതിൽ നമുക്ക് ഈ റെസിസ്റ്റൻസ് R1, R2, R3 പാരലൽ ആണെന്ന് പറയുന്നത് എങ്ങനെയാണ് നോക്കുക? നിങ്ങൾ ഈ 3 റെസിസ്റ്റൻസിന്റെ എൻഡ് നോക്കുക. എൻഡൊക്കെ ഇങ്ങനെ പാരലൽ ആയിട്ടാണ് കണ്ടിട്ട്. ഇവിടെ നമുക്ക് AD നേരത്തെ ഉള്ള പോലെ തന്നെ കൊടുക്കാം, AD. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഈ AD എന്നുള്ള പോയിന്റിന് എന്താണ് പാരലൽ ആയിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? R1 ADക്ക് അക്രോസ് ആണ് കണക്ട് ചെയ്തത്, R2 Aക്കും Dക്കും അക്രോസ്, R3 Aക്കും Dക്കും അക്രോസ് അല്ലേ? ഇങ്ങനെ വരികയാണെങ്കിലാണ് സർക്യൂട്ട് പാരലൽ ആവുക. പിന്നെ വേറെ ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ കറണ്ട് I സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ എത്തുമ്പോൾ ബ്രാഞ്ച് ആയില്ലേ? ഓരോ ബ്രാഞ്ചിലേക്കായിട്ട് പോവുകയും ചെയ്യും. ഇതാണ് പാരലൽ ആയിട്ടുള്ള സർക്യൂട്ട്. ഇപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? I1 × R1. പാരലൽ ആകുമ്പോൾ എപ്പം വോൾട്ടേജ് സെയിം ആയിരിക്കണം കേട്ടോ. I1 × R1 ആണ് ഇവിടുത്തെ വോൾട്ടേജ്. ഇവിടുത്തെ വോൾട്ടേജോ I2 × R2. ഇവിടുത്തെ വോൾട്ടേജ് I3 × R3 അല്ലേ? ഈ വോൾട്ടേജസ് ഒക്കെ സെയിം ആണ്. I1 × R1 ഈസ്
ഈക്വൽ ടു I2 ഇൻറ്റു R2. ആ ഈ വാല്യൂ ഒക്കെ ഈക്വൽ ആയിരിക്കും. I1 ഇൻറ്റു R1 ഇസ് ഈക്വൽ ടു ആണ് I2 ഇൻറ്റു R2. അത് I3 R3ക്കും ഈക്വൽ ആയിരിക്കും. ആണ് പാരലൽ സർക്യൂട്ട് വരിക. രണ്ട് പോയിന്റിന് അക്രോസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ്. അതേപോലെ കറണ്ട് എന്തായിരിക്കും, സ്പ്ലിറ്റ് ആയിട്ട് മാറും. അപ്പം അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ല വരിക. ഇപ്പം ഇതിനെ മൊത്തത്തിൽ നമുക്ക് ഒറ്റൊരു ടോട്ടൽ റെസിസ്റ്റൻസിലേക്ക് മാറ്റാം. ഇതിനെ മൊത്തത്തിൽ ടോട്ടൽ റെസിസ്റ്റൻസിലേക്ക് മാറ്റാം. വാല്യൂ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വാല്യൂ ഇങ്ങനെയാണ് വരിക. 1 ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു 1 R1 ബ്രാഞ്ചിൽ റെസിസ്റ്റൻസ് R2 പ്ലസ് 1 R3. ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് വരിക. എക്സാമ്പിളിന് വേണ്ടിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു 3 ഓമും ഒരു 6 ഓമോ പാരലൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് കിട്ടാനുള്ളത് ടോട്ടൽ റെസിസ്റ്റൻസ് ഇത്ര. ഇത് പാരലാണോ സീരീസ് ആണോ? പാരലാണോ സീരീസ് ആണോ നോക്കാൻ നിങ്ങൾ ഈ പോയിന്റ് എടുക്കുക അല്ലേ, 2 പോയിന്റ് എടുക്കുക. റെസിസ്റ്റൻസിന്റെ 2 പോയിന്റ് എടുക്കുക. ആ പോയിന്റ് തന്നെയാണോ ഈ 3 എന്നുള്ള റെസിസ്റ്റൻസിന്റെ 2 എൻഡ് പോയിന്റ് ഇല്ലേ, ആ പോയിന്റിൽ തന്നെയാണ് നമ്മളെ 6ഉം കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ്, 3ഉം 6ഉം പാരലാണ്. ഇതിനെ നമുക്ക് മറ്റൊരു റെസിസ്റ്റൻസിലേക്ക് മാറ്റാം അല്ലേ. അപ്പം അത് കാണാനുള്ള ഒറ്റ ഒരു 2 റെസിസ്റ്റൻസ് ഇങ്ങനെ പാരലൽ വരികയാണെങ്കിൽ കാണാനുള്ള എളുപ്പ വഴി ഇതാണ്. R ഈക്വലന്റ് അല്ലെങ്കിൽ R ടോട്ടൽ ഈസ് ഈക്വൽ ടു രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 6 ഡിവൈഡ് ബൈ ടോട്ടൽ 3 പ്ലസ് 6 എന്ന് 3 ഇൻറ്റു 6 പ്ലസ് 3 പ്ലസ് 6 18/9 2 ഓം ആണ് കിട്ടുക. അപ്പം ഇത് 3ഉം 6ഉം ആണെങ്കിൽ എപ്പോഴും 3നേക്കാളും താഴെയായിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ് കേട്ടോ. പാരലാകുമ്പോൾ 3ഉം 6ഉം അല്ലേ പാരല്. അപ്പോൾ ഇതിലുള്ള ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനേക്കാളും താഴെയായിരിക്കും പാരലാകുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുക. സീരീസിന്റെ കേസിലാണെങ്കിൽ ആഡ് ചെയ്യും. 3 പ്ലസ് 6 9. സീരീസിലാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. പാരലാണെങ്കിൽ എഫക്റ്റീവ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും, കുറയും. രണ്ടും 6 ആണെങ്കിലോ, ഇവിടെ 6 ആണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് എഴുതാം 3 ആയിരിക്കും റെസിസ്റ്റൻസ് കേട്ടോ. ഇവിടെ നോക്കിയാൽ മതി. 6 ആണെങ്കിൽ ഇങ്ങനെ കിട്ടാം 6 ഇൻറ്റു 6/12 6 പ്ലസ് 6 12 അല്ലേ, 36/12 3 എന്നാണ് കിട്ടുക. ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പകുതിയായി. 6ഉം കണക്ട് ചെയ്താൽ 3 ഓമാണ് കിട്ടുക. ഇതാണ് റെസിസ്റ്റൻസ് പാരലൽ ഉള്ള ബേസിക് കാര്യം.